നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വശത്ത് അമേരിക്കയും സഖ്യരാജ്യങ്ങളും, മറുവശത്ത് റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ എതിർ രാജ്യങ്ങൾ. അവരുടെ പട്ടികയിൽ പൂർണ്ണമായി ഇറാൻ പെടുന്നില്ല എങ്കിലും അമേരിക്കയുടെ മുഖ്യ ശത്രുക്കളിൽ ഒരു കൂട്ടർ ഇറാൻ തന്നെയാണ്. വലിയ ആകാശ പോരാട്ടത്തിലാണ് ലോകമൊരുങ്ങുന്നത്. വൻ ശക്തികൾ ആകാശം നിയന്ത്രിക്കാനുള്ള കരുക്കൾ നീക്കി തുടങ്ങി. ഇത് സംബന്ധിച്ച ചില ചലനങ്ങൾ ആദ്യം ചൈന തുടക്കമിട്ടു. ഇപ്പോൾ അമേരിക്കയുടെ ഗോൾഡൻ ഡോം. അമേരിക്ക ഇക്കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച മിനിറ്റ്മാൻ 3 എന്ന മിസൈൽ അക്ഷരാർത്ഥത്തിൽ റഷ്യയും ചൈനയുമൊക്കെ ഭയപ്പെടേണ്ടത് തന്നെ. തങ്ങളുടെ ആണവ പോർപ്പുന ഈ രാജ്യങ്ങളിലേക്ക് കൃത്യമായി തിരിച്ചു വയ്ക്കുന്ന മിസൈൽ സംവിധാനമാണ് അമേരിക്കയുടെ മിനിറ്റ്മാൻ 3. അമേരിക്കയുടെ മിനിറ്റ്മാൻ 3 പരീക്ഷിക്കുന്ന അതേ ദിവസം ഉത്തര കൊറിയ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ ഒന്ന് ഞെട്ടിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഒരു പടുകൂറ്റൻ യുദ്ധക്കപ്പലിന്റെ ഉദ്ഘാടനം. എന്നാൽ ഉത്തര കൊറിയയുടെ കിം ജോങ് ഉൻ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. ചൈന നൽകിയ പാർട്സുകൾ ഉപയോഗിച്ചാണ് ഈ കൂറ്റൻ യുദ്ധക്കപ്പൽ ഉത്തര കൊറിയ തയ്യാറാക്കിയത്. ഇപ്പോഴിതാ ഉത്തര കൊറിയയുടെ പുതിയ യുദ്ധക്കപ്പൽ അനാവരണം ചെയ്യുന്നതിനിടയിൽ സമുദ്രത്തിലേക്ക് മുങ്ങി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 70 മിസൈലുകൾ വഹിക്കാവുന്ന യുദ്ധക്കപ്പൽ അനാവരണം ചെയ്തത്. എന്നാൽ അനാവരണ ചടങ്ങിനിടെ യുദ്ധക്കപ്പലിന്റെ അടിഭാഗം തകർന്ന് കപ്പൽ മുങ്ങുകയായിരുന്നു. 5000 ടൺ ഭാരമുള്ള യുദ്ധക്കപ്പലാണ് മുങ്ങിയത്. യുദ്ധക്കപ്പലിന്റെ അനാവരണ ചടങ്ങിന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഭാഗ്യത്തിനെത്തിയിരുന്നില്ല. അദ്ദേഹം പങ്കെടുക്കുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പൊറുക്കാനാവാത്ത ക്രിമിനൽ നടപടിയെന്നാണ് സംഭവത്തെ കിം ജോങ് ഉൻ വിശേഷിപ്പിച്ചത്. യുദ്ധക്കപ്പലിന്റെ അടിഭാഗം തകർന്ന് കപ്പൽ മുങ്ങാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കും. കപ്പൽ തകരാർ പരിഹരിച്ച് യുദ്ധക്കപ്പൽ വീണ്ടും പുറത്തിറക്കുമെന്നാണ് ഉത്തര കൊറിയ പറയുന്നത്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കിം നൽകി കഴിഞ്ഞു. ജൂണിൽ പാർട്ടി യോഗത്തിന് മുമ്പ് കപ്പൽ പുറത്തിറക്കണമെന്നാണ് ഇപ്പോൾ കിം ഉത്തരവിട്ടിരിക്കുന്നത്. കപ്പൽ ഡിസൈൻ ചെയ്തവരാണ് ഈ നാശനഷ്ടത്തിന്റെ ഉത്തരവാദികളെന്ന് കിം ജോങ് ഉൻ പറഞ്ഞു. രാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സുമൊക്കെ ഇവർ ബലി കഴിച്ചു. അപകടത്തിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉത്തര കൊറിയ പുറത്തേക്ക് വിടുന്നില്ല. വ്യാഴാഴ്ച കിഴക്കൻ തീരനഗരമായ ചോങ്ജിനിലെ കപ്പൽശാലയിൽ വെച്ചുണ്ടായ അപകടത്തിന് അശ്രദ്ധയും പരിചയക്കുറവും ഉത്തരവാദിത്വമില്ലായ്മയും കാരണമാണ് എന്ന് കിം ജോങ് ഉൻ പറഞ്ഞു. ഇനി ഇതിന് ഉത്തരവാദികളായവർക്ക് ഏതു തരത്തിലുള്ള ശിക്ഷ ലഭിക്കുമെന്ന് മാത്രമേ അറിയേണ്ടൂ. മുമ്പൊക്കെ പട്ടിയെ വിട്ട് കടിച്ചു കൊല്ലിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാവിധികളുടെ പേരിൽ ഏറെ കുപ്രസിദ്ധനാണ് കിം ജോങ് ഉൻ. ഉത്തര കൊറിയയിൽ സാധാരണ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് വളരെ അപൂർവമായി മാത്രം. കഴിഞ്ഞ നവംബറിൽ സൈനിക ഉപഗ്രഹം വിക്ഷേപണത്തിനിടെ തകർന്നിരുന്നു. കപ്പൽ അപകടം കിം ജോങ് ഉൻ നേരിട്ട് കണ്ടുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. CNN ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകുന്നു. ഈ അപകടം നേരിട്ട് കണ്ട കിം ജോങ് ഉൻ അപ്പോൾ തന്നെ വളരെ ക്രൂദ്ധനായി ഇത് രാജ്യത്തിന്റെ അന്തസ്സിന് അപമാനം വരുത്തിവെച്ചുവെന്ന് പറഞ്ഞു. ഉത്തരവാദികളായവരെ ശിക്ഷിക്കുമെന്ന പ്രതിജ്ഞയും അദ്ദേഹം എടുത്തു. വിക്ഷേപണ പരാജയത്തെ ഒരു ക്രിമിനൽ പ്രവൃത്തിയെന്നാണ് കിം വിശേഷിപ്പിച്ചത്. യുദ്ധോപകരണ വ്യവസായ വകുപ്പ്, കിങ്ചെക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, സെൻട്രൽ ഷിപ്പ് ഡിസൈൻ ബ്യൂറോ എന്നിവരുൾപ്പെടെ നിരവധി സംസ്ഥാന സ്ഥാപനങ്ങളുടെ തികഞ്ഞ അശ്രദ്ധയെന്നാണ് കിം ജോങ് ഉൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കപ്പലിന്റെ പിൻഭാഗം വെള്ളത്തിൽ കിടക്കുന്നതായി ഈ ചിത്രങ്ങളിൽ വ്യക്തമാണ്. ഒരു കപ്പലിന് ഇത്തരമൊരു വിക്ഷേപണ തകരാർ ഉണ്ടാകുന്നത് ദുരന്തകരമായിരിക്കാമെന്നാണ് നാവിക വിശകലന വിദഗ്ധർ പറയുന്നത്. ആ കപ്പൽ പലപ്പോഴും ഉപയോഗശൂന്യമായി മാറും. പതിറ്റാണ്ടുകളായി ഉത്തര കൊറിയ ഏറെ ആഗ്രഹിച്ച് ഒടുവിൽ പുറത്തിറക്കിയതാണ് അവരുടെ ഈ കൂറ്റൻ യുദ്ധക്കപ്പൽ. നാവിക നവീകരണത്തിനായി ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ വളരെ കാലമായി ശ്രദ്ധയൂന്നി വരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഒരുപക്ഷെ കിം ജോങ് ഉന്നിന്റെ ഏറ്റവും മാരകമായ ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധക്കപ്പൽ, ഡിസ്ട്രോയറുകളും വിവിധ ക്രൂയിസറുകളും ഫ്രിഗേറ്റുകളുമൊക്കെ നിർമ്മിക്കാനുള്ള കിം ജോങ് ഉന്നിന്റെ ആഗ്രഹത്തിനാണ് ഇപ്പോൾ ആദ്യ ക്ഷതമേറ്റിരിക്കുന്നത്. പുതിയ തലമുറ യുദ്ധക്കപ്പൽ എന്ന് വിശേഷിപ്പിച്ച ഉത്തര കൊറിയൻ യുദ്ധക്കപ്പൽ മുങ്ങിയതോടെ അമേരിക്കയ്ക്ക് ചിരിപൊട്ടി. അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ഭീഷണികൾക്ക്
ഒരു യുദ്ധക്കപ്പലിലൂടെ തങ്ങൾ മറുപടി കൊടുക്കുമെന്നാണ് നേരത്തെ ഉത്തര കൊറിയ വ്യക്തമാക്കിയിരുന്നത്. കൊറിയൻ പീപ്പിൾസ് നേവിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന സോവിയറ്റ് കാലഘട്ടത്തിലെ പഴയ കപ്പലുകളിൽ നിന്നുള്ള മോചനം ഉടൻ നടക്കുമെന്ന് കിം ജോങ് ഉൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ യുദ്ധക്കപ്പലിനെ ഒരു ഡിസ്ട്രോയർ എന്നാണ് നേരത്തെ കിം ജോങ് ഉൻ വിശേഷിപ്പിച്ചിരുന്നത്. ജൂൺ അവസാനം നടക്കുന്ന ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ പ്ലീനറി സമ്മേളനത്തിന് മുൻപ് ഡിസ്ട്രോയർ പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. നാശനഷ്ടങ്ങളുടെ അളവ് പരിശോധിക്കുമ്പോൾ ജൂൺ അവസാന വാരം അറ്റകുറ്റപ്പണികൾ തീർത്ത് ഈ കപ്പൽ ഇനി പുറത്തിറക്കാൻ കഴിയുമോ എന്ന സംശയം ഈ രംഗത്തെ വിദഗ്ധർ പ്രകടിപ്പിക്കുന്നു. ഇതിനിടയിൽ അമേരിക്ക മിനിറ്റ്മാൻ 3 എന്ന മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു. കാലിഫോർണിയയിൽ നിന്ന് US വ്യോമസേന ഒരു മിനിറ്റ്മാൻ 3 മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്ക കരയിൽ നിന്ന് നടത്തുന്ന ആണവ പ്രതിരോധത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് ഈ വിജയകരമായ വിക്ഷേപം. ഏറെ വിശ്വാസ്യതയുള്ള മാർക്ക് 21 റീ എൻട്രി ഘടിപ്പിച്ച നിരായുധ മിസൈൽ വാൻഡർബർഗിൽ നിന്ന് വിക്ഷേപിച്ചു. ഏകദേശം 4200 മൈൽ പറന്ന് മാർഷൽ ദ്വീപുകളിലെ കാജുലിൻ അറ്റോളിയിലെ റൊണാൾഡ് റീഗൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പരീക്ഷണ സൈറ്റിലെ ലക്ഷ്യത്തിലെത്തി. 4200 മൈലുകൾ. റഷ്യയും ചൈനയുമൊക്കെ തങ്ങളുടെ പരിധിയിൽ ശക്തമായുണ്ട് എന്ന് അമേരിക്ക ഓർമ്മപ്പെടുത്തുന്നു. മറുവശത്ത് ഉത്തര കൊറിയയ്ക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പ്. ലോകത്തെ വെല്ലുവിളിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ മിസൈലും. ഇന്നലെ വരെ നമ്മൾ കേട്ട ആകാശയുദ്ധമല്ല ഇനി നടക്കാൻ പോകുന്നത്. ഇനി ആകാശയുദ്ധം നിയന്ത്രിക്കുന്നത് ഉപഗ്രഹങ്ങളാവും. ഇത് മുന്നിൽ കണ്ടാണ് അമേരിക്കയുടെ ഗോൾഡൻ ഡോം. അമേരിക്ക ഫസ്റ്റ് എന്ന ടാഗ് ലൈനിൽ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് ഗോൾഡൻ ഡോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനം. അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരിപ്പുറപ്പിച്ച ഡൊണാൾഡ് ട്രംപിനെ പലരും അധിക്ഷേപിച്ചത് ഒരു കിറുക്കൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പല ഭ്രാന്തനാശയങ്ങളെയും പരിഹസിച്ചിരുന്നു. എന്നാൽ വരാൻ പോകുന്ന യുദ്ധം ബഹിരാകാശ തലത്തിലുള്ള യുദ്ധമായിരിക്കുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വ്യോമമേഖല പൂർണ്ണമായി സുരക്ഷിതമാക്കുക. ഇപ്പോഴിതാ 17,500 കോടി രൂപയുടെ പദ്ധതി രൂപരേഖ ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചു. അമേരിക്കയെ ഏതു തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കുകയാണ് പുതിയ സംവിധാനത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. മുമ്പ് റൊണാൾഡ് റീഗൻ തുടക്കമിട്ട പദ്ധതി താൻ വിജയകരമായി പൂർത്തീകരിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു. ബഹിരാകാശത്തു നിന്നുള്ള ആക്രമണങ്ങളെ പോലും തകർക്കാൻ ശക്തിയുള്ള ഒരു ഭീമൻ പ്രതിരോധ സംവിധാനം പാർലമെന്റിൽ ഗോൾഡൻ ഡോം അവതരിപ്പിച്ച് ഇക്കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2029 മുൻപ് ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കും. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചൈന വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും നൂതനമായ ഭൂഖണ്ഡാന്തര മിസൈൽ സംവിധാനങ്ങളിലൊന്ന് റഷ്യയ്ക്കും സ്വന്തമായുണ്ട്. ഉത്തര കൊറിയയും ഇറാനുമൊക്കെ നിരന്തരം ആണവ ഭീഷണി അമേരിക്കയ്ക്ക് മുന്നിൽ ഉയർത്തുന്നു. ഇതിനെതിരെ പ്രതിരോധം തീർക്കുക എന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. ഇത് മുന്നിൽ കണ്ടാണ് അമേരിക്കയുടെ ഗോൾഡൻ ഡോം. ശത്രു മിസൈലുകൾ US-ൽ പതിക്കുന്നതിന് മുൻപ് ആകാശത്ത് വെച്ച് അവയെ തകർക്കുക. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് തങ്ങൾക്കെതിരെ മിസൈൽ വിക്ഷേപിച്ചത് ഗോൾഡൻ ഡോമിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഇന്റർസെപ്റ്റർ പ്രയോഗിക്കും. ഇന്റർസെപ്റ്ററോ ലേസറോ ഉപയോഗിച്ച് ബഹിരാകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകളെ തകർക്കും. ഇതിനുവേണ്ടി 100 കണക്കിന് കൃത്രിമ ഉപഗ്രഹങ്ങളെയാകും ബഹിരാകാശത്തിന് അമേരിക്ക വിന്യസിക്കുക. പുതിയ കാലത്തെ യുദ്ധമുറകളിലൊന്നായ ഡ്രോൺ ആക്രമണങ്ങളെയും ഫലപ്രദമായി ചെറുക്കാൻ ഇവയ്ക്ക് കഴിയുമെന്ന് ട്രംപ് പറഞ്ഞു. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതും കേട്ടതുമൊക്കെ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം. അതിനെ ബഹുദൂരം മറികടക്കുന്നതാണ് പുതിയ ഗോൾഡൻ ഡോം പദ്ധതി. ഒരു വശത്ത് ഗോൾഡൻ ഡോം പദ്ധതി വിജയകരമായി അമേരിക്ക ചുവടുവെച്ച് നീങ്ങുമ്പോൾ മറുവശത്ത് ഉത്തര കൊറിയയുടെ പടുകൂറ്റൻ യുദ്ധക്കപ്പൽ മുങ്ങിപ്പോകുന്ന വിചിത്രമായ കാഴ്ച. ലോകത്ത് നടക്കുന്നത് വിചിത്രങ്ങളിൽ വിചിത്രമായ സംഭവം തന്നെ. വരുന്ന ഒരു ലോകമഹായുദ്ധം താങ്ങുന്നത് ലോകരാജ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഏകദേശ സൂചനകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.